പമ്പയിലെയും അച്ചൻകോവിലാറ്റിലെയും ഒക്കെ വെള്ളം വേഗത്തിൽ അറബിക്കടലിലേക്ക് ഒഴുക്കി കളയാൻ വേണ്ടിയാണ് തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത്. കാരണം കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും ഒക്കെ വെള്ളക്കെട്ടിന് ഒരു പരിധി വരെ കാരണം കിഴക്കൻ വെള്ളമാണ്. ആ കിഴക്കൻ വെള്ളം വരുന്ന മുറയ്ക്ക് കടലിലേക്ക് ഒഴുക്കി കളഞ്ഞാൽ ഒരു പരിധി വരെ പ്രളയത്തെ പ്രതിരോധിക്കാനാവും. പക്ഷേ അപ്പോഴും ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ അല്ലെങ്കിൽ തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നതിന് ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കരിമണലാണ് തോട്ടപ്പള്ളി പൊഴിയിലുള്ളത്. അത് മുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പിന്നിൽ കരിമണൽ കടത്ത്, കരിമണൽ കമ്പനികളെ സഹായിക്കാൻ എന്നൊക്കെയുള്ള ആക്ഷേപം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ പൊഴി മുറിക്കുന്നത് വെള്ളപ്പൊക്കത്തിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനാകും. പക്ഷേ അപ്പോഴും പ്രളയത്തിൽ ഉൾപ്പെടെ അടിഞ്ഞു കിടക്കുന്ന അച്ചൻകോവിലാറ്റിലും പമ്പയിലുമൊക്കെ പ്രളയത്തിൽ ധാരാളം മണൽ വന്നിട്ടുണ്ട്. ആ മണലൊന്നും നീക്കം ചെയ്യുന്നതിന് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പാടശേഖര സമിതികളൊക്കെ പല തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ആ മണൽ നീക്കം ചെയ്യുന്നത്. പക്ഷേ ആ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. അടുത്ത മഴക്കാലത്തിന് മുന്നെങ്കിലും അതിനുള്ള നടപടികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ചമ്പക്കുളം, അമ്പലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ചില പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. അത് പാടശേഖരങ്ങളിൽ വെള്ളം പുറത്തേക്ക് പോകാത്തതുകൊണ്ടായിരുന്നു. പമ്പിങ് ആരംഭിച്ചതോടുകൂടി ചെറിയ രീതിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ. ഒപ്പം തന്നെ നമുക്ക് കടൽ കാണാം. കടലിൽ ശക്തമായ തിരയുണ്ട്. സാധാരണ നിലയിൽ ഈ ദിവസങ്ങളിലൊക്കെ അമ്പലപ്പുഴ, ആറാട്ടുപുഴ, പുന്നപ്ര അടക്കമുള്ള പ്രദേശങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും കടൽ കയറ്റം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തീരദേശ ജനത ആശങ്കയിലാണെങ്കിലും അവർക്ക് നിലവിൽ അത്ര വലിയ കടൽ കയറ്റം മൂലമുള്ള പ്രശ്നങ്ങളില്ല. ബോണിയ വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.